ഈ ഒരു സമയത്ത് വെതർമാന് ഇങ്ങനെ നമ്മളെ സ്റ്റുഡിയോ അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് പറയാനുണ്ടാവുമല്ലോ. ഇത് മൈക്ക് അങ്ങ് പിടിച്ചോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയോടുകൂടി കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് മഴ പെയ്യുന്ന രീതിയിലുള്ള HP ഹൈ പ്രസിപ്പിറ്റേഷൻ സൂപ്പർ സെൽ എന്ന് പറയുന്ന പ്രതിഭാസം എത്ര മഴ നമുക്കൊരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം നാളെ രാവിലെ മുതൽ രാത്രി വരെയുള്ള സമയങ്ങളിൽ ഏകദേശം ഒരു 25 മുതൽ 125 mm വരെയുള്ള 125 mm എന്ന് പറയുമ്പം അത് പഴയ മഴയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2024 കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 60% മഴ. ഓക്കെ, 2024 ഏപ്രിലിൽ കിട്ടിയ മഴയുടെ ഒരു പകുതിയിലേറെ നാളെ, അതായത് 25th മാത്രം ഒരൊറ്റ ദിവസം പകൽ സമയത്ത് നമുക്ക് കിട്ടാൻ പോകാം. ഏറ്റവും കൂടുതൽ മഴ ഉണ്ടാവുക ദുബായ് മുതൽ റാസൽ ഖൈമ വരെയുള്ള ഭാഗങ്ങളിൽ നല്ല കാറ്റുണ്ടാവും, ശക്തമായിട്ടുള്ള കാറ്റുണ്ടാവും. അതും പെട്ടെന്നുള്ള നമ്മൾ കാറ്റത്തൊക്കെ പറക്കാന്നുള്ള ഒരു ഫീൽ വരുന്ന ഒരു കാറ്റുണ്ടാവും. ആലിപ്പഴം എങ്ങനെയാണ്? ആലിപ്പഴം ഒരു 60% ചാൻസ് ആലിപ്പഴത്തിനുണ്ട്. അത് വലിയ ഈ ഓപ്പൺ സ്പേസിൽ വണ്ടി പാർക്കുന്നവർ സൂക്ഷിക്കണം. സെഡാൻ കാറുള്ളവർ നാളെ പുറത്തേക്ക് വണ്ടി എടുക്കാതിരിക്കുന്നതാണ് സേഫ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, ഞാനല്ല. അതെ, നിങ്ങളല്ല പറയുന്നത്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ വെള്ളക്കെട്ട് വരാൻ സാധ്യതയുണ്ട്. നല്ല സാധ്യതയുണ്ട്. എവിടെയൊക്കെയാണ് മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മഴക്കൊക്കെ എവിടെയൊക്കെയാണ് വെള്ളം കയറിയത് അവിടെയൊക്കെ എന്തായാലും കയറേണ്ടി. ഈ വാദികളിലൊക്കെ മഴ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏത് ഭാഗത്ത് പോകുന്നതാണ് നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നുണ്ടാവുക? വാദികളിലും മലയോര പ്രദേശങ്ങളിലും പോകരുത്. വാദികളിൽ ഇറങ്ങുവാണെങ്കിൽ 2000 dirhams ഒക്കെ ഫൈൻ ഉണ്ട്, എത്രയോ ബ്ലാക്ക് പോയിന്റ്സ് ഒക്കെ കിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ പോയത് ഏറ്റവും കൂടുതൽ ഇത് നല്ലത്. നാളത്തെ മഴ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് മഴ നിൽക്കുമോ? ഏകദേശം വ്യാഴാഴ്ച വൈകുന്നേരമാണ് രണ്ടാമത്തെ ഒരു വേവ് വരുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച ഉച്ചവരെയുള്ള സമയങ്ങളിൽ ഇപ്പോൾ ബുധനാഴ്ച എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഏകദേശം 50 മുതൽ 150 mm വരെയുള്ള മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അയ്യോ, 125 വരെയാണ് നമ്മൾ വെനസ്ഡേ പറഞ്ഞിട്ടുള്ളത്. 150 mm വരെയുള്ളത് വ്യാഴാഴ്ച വരുന്നുണ്ട്. വ്യാഴാഴ്ച മുതൽ വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച ഉച്ച വരെയുള്ള സമയം. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായിട്ടുള്ള കാറ്റ്, പിന്നെ ഒരു ആലിപ്പഴ വർഷം ഉണ്ടാവും, പിന്നെ ശക്തമായിട്ടുള്ള ഇടിയും മിന്നലും ഉണ്ടാവും. ഓക്കെ, ഈ 2 ദിവസങ്ങൾ യു എയിലുള്ള ആളുകളൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതായത് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഈ ദിവസങ്ങളിലായിക്കൊണ്ട് 2024 ഏപ്രിലിൽ നമുക്ക് കിട്ടിയിരുന്ന ആ മഴയുടെ ഏതാണ്ട് ഈക്വൽ ആയിട്ടുള്ള അത്രയും വലിയ രീതിയിലുള്ള വെള്ളമാണ് കിട്ടാൻ പോകുന്നത്. ഹൈ പ്രസിപ്പിറ്റേഷൻ സൂപ്പർ സെൽ എന്നൊക്കെയാണ് വെതർമാൻ അതിന് വേണ്ടിയിട്ട് ടേം പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്നും മനസ്സിലാവില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കുറഞ്ഞ സമയം ഒരുപാട് വെള്ളം ഒറ്റയടിക്ക് താഴോട്ട് വരും. നമ്മൾ ഈ മേഘവിസ്ഫോടനമൊക്കെ പോലത്തെ അതിനേക്കാളും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സേഫ് ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ മഴ നല്ല രീതിയിൽ ആസ്വദിക്കുകയും ചെയ്യാം. താങ്ക് യു. ഈ രാത്രി ഈ സമയത്ത് വന്ന് ഈ ഒരു മെസ്സേജ് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിച്ചത്. ഓക്കെ, താങ്ക് യു.